ആ ശാലി ഞാനേ താഴത്തേക്കൊന്ന് പോയിട്ട് വരാട്ടാ. എങ്ങട് ഈ സമയത്ത് സെബിക്ക എങ്ങടപ്പൊ പോണ്? ഞാൻ താഴത്തേക്ക് പോയിട്ട് വരാന്ന്. ഇനിയിപ്പോ എന്താ സമയൊന്നും വല്ലാണ്ട് ആയിട്ടില്ലല്ലോ. അതാ 8:30 ആയിട്ടുള്ളൂ. സെബിക്ക 8:30 പോയിട്ട് ഇനി ഏത് നേരത്തെ വരാനാണ്? പാതിരാക്കി കേറി വരാനാണ്? നിങ്ങൾ ഈ ഇടയിട്ട് പോക്ക് വരവൊന്നും ശരിയല്ലാട്ടാ. പോയിട്ട് വേഗം വരാൻ. എന്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ വന്നിട്ടുണ്ട്, അവനൊന്ന് കണ്ടിട്ട് വരാന്ന്. ഇന്ന് മിണ്ടാണ്ടിക്ക്. ഇനി വീട്ടിൽ ഉമ്മാർത്തും ഉപ്പാർത്തൊന്നും പറയാൻ നിക്കണ്ട, മനസ്സിലായില്ലേ? പോണ്ടാന്ന് പറഞ്ഞാലും വാശി കെട്ടി പോവല്ലേ എന്നെ പണി. നമ്മള് പറയണേനൊന്നും ഒരു വിലയില്ലല്ലോ. അതെ, നിങ്ങളല്ലേ ചുമക്കണേ? മരുന്ന് കിട്ടിയിട്ടുണ്ട്, കുടിക്ക്. പെട്ടെന്ന് മാറും. ഞാനിപ്പോ അവിടെ പോയി വാങ്ങിട്ട് വന്നതാ. ഒരു വട്ടം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു ഫസീല. നല്ല മരുന്നാണ് കുഞ്ഞിമ്മ, പറഞ്ഞു മേടിച്ചാണെന്ന് പറഞ്ഞു. മാറും. ഇപ്പൊ സമാധാനം ഉണ്ട്. ഉണ്ടല്ലേ? കുടിച്ചപ്പോ കുറവുണ്ട്. എല്ലാം പുറത്ത് ഇടിവെട്ടുന്നുണ്ടല്ലോ. അയ്യോ, ഇടിവെട്ടിന് ഇടിവെട്ടല് മിന്നാറും നല്ല ഇതുണ്ട്. എന്നിട്ടാ മിന്നലില്ലേ, അതുണ്ട്, നല്ലോണം ഉണ്ട്. പിന്നെ ഇടിയും വെട്ടുണ്ട്, നല്ല മഴ ഉണ്ട്. എവിടെയോ മഴ നല്ല അലക്കലക്കുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? ചൂടൊക്കെ കുറവുണ്ട്. ഈ നേരത്തെ 8:30 ഈ നേരത്തെ പോണ ഇടിവെട്ട് മഴയൊക്കെ വരുന്ന സമയത്ത് നീ കണ്ടില്ലേ? ഇപ്പൊ അതും പുറത്തേക്ക് പോകാവോ? അവൻ അവന്റെ കൂട്ടുകാരായിട്ട് ഇത്തിരി നേരം വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ വരും. നല്ല ഇടിവെട്ട് മഴയല്ലേ വരുന്നേ, ആ നേരത്തെ തന്നെ പോണത്. ചിലപ്പോ അവൻ പുറത്തേക്ക് മുറ്റത്തേക്ക് പോയതാവോ, മറത്ത് ചെന്നിരിക്കുന്നുണ്ടാവും. അങ്ങനെ പുറത്തേക്ക് പോകുന്നല്ല ഈ നേരത്തെ. നീയാണ് ഒന്നാമത്തെ വളം വെച്ച് കൊടുക്കുന്നത്. ഇവന് നീ സപ്പോർട്ട് ചെയ്ത് അവൻ നാശാകണം. കൂട്ടുകാരന്മാരെ കൂടിയിട്ട് അവൻ എല്ലാ സ്വഭാവങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത്. അത് നീ കണ്ടാൽ നീ ഒന്നും പറയൂല. ഞാൻ കണ്ടു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനോട് ഭയങ്കര വിശ്വാസമുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വിശ്വാസമാണ്. അപ്പൊ ഞാൻ അതോ എന്താ വിചാരിക്കും, ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട് കൂട്ടുകാർക്ക് ശരിയില്ല, കൂട്ടുകാരന്മാർ കൂടെ നടക്കുന്നത് നിന്റെ മകൻ അങ്ങനെയാണ് നടക്കുന്നത്, ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഞാൻ വിശ്വസിക്കാറില്ല. ഇപ്പൊ നിന്നോട് ഒന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നില്ല, പിന്നെ ഞാൻ ആരോട് ഒന്ന് പറയാനാ? എന്റെ പോക്ക് ശരിയില്ല കേട്ടോ മകന്റെ. എല്ലാ മോളൊന്നും പറയാറില്ല, മോൾക്ക് ഒന്നും അറിയില്ല സംഭവം. മോള് നിന്നെ പോലെ ഒളിപ്പിച്ചു വെക്കുന്നേ. എന്തൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നത് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അവ ഒന്ന് പുറത്തേക്ക് പോയാൽ എന്തോ അങ്ങനെ ചെയ്യാം. അപ്പൊ ആൾക്കാർ പലതും പറയും. മക്കള് നന്നായി നടക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലല്ലോ. അത് നിങ്ങൾ പുറത്തിറങ്ങാത്ത കാരണമാണ് ഈ കുട്ടികളുടെ പറ്റി ഒന്നും പറയാത്തത്. ഞാനില്ലേ പുറത്തേക്ക് ഇറങ്ങുന്ന ആള്. അപ്പൊ എന്നോട് ആൾക്കാർ പറയാതിരിക്കുമോ? ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ പിള്ളേരും കൂടെ കറങ്ങി നടക്കുന്നതൊക്കെ. പിള്ളേരുടെ കൂടെ ഒന്നും കറങ്ങി നടക്കില്ല. എന്റെ കുട്ടി എന്താ അങ്ങനെ വായിൽ വേറിലിട്ടാ കടിക്കാൻ അറിയാത്ത കുട്ടിയൊന്നല്ല. എങ്ങനെ പോയാ എങ്ങനെ നിക്കണം? അതങ്ങനെ തന്നെ. നീ എന്ത് പറഞ്ഞാലും മോന്റെ സപ്പോർട്ടൊക്കെ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ആവും. അയ്യേ, ആ കുട്ടിക്ക് എന്താ അറിയണത്? ഒന്നും അങ്ങനെയാണെങ്കിൽ എന്നോട് പറയൂലേ? കുടിച്ചിട്ട് വരുമ്പോ സ്മെല്ലൊന്നും അറിയില്ല. ഒരു കുടിയും ഇല്ല. കുടിക്കുകയാണെങ്കിൽ അവൾ എന്നോട് പറയാണ്ടിരിക്കുവോ? നിങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കാതെ നമ്മുടെ മക്കളെ പറ്റിയിട്ട്. കുറ്റം പറയണതല്ല, നമ്മൾ കണ്ടത് നമ്മൾ നല്ലത് നടക്കാൻ വേണ്ടി നമ്മൾ പറയണത്. അല്ലാണ്ട് ഒരാൾ നശിച്ചു പോകുന്ന ഒരിക്കലും പറയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാലും നിങ്ങൾ അപ്പൊ തന്നെ പറയണ്ടേ മോനോട്? ഞാൻ പിന്നെ കൂട്ടുകാരന്മാര് വർത്താനം പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ ഇടയ്ക്ക് എന്തിനാ വർത്താനം പറയണ വെച്ചിട്ടാണ്. വീട്ടിൽ വരുമ്പോ കാണാനും പറ്റില്ലല്ലോ. പോകുമ്പോൾ മാത്രമേ കാണും, പിന്നെ വരുന്നത് കാണൂല്ല. എന്നാലും ഞാൻ നമ്മുടെ കൂട്ടുകാരനായിട്ട് വരുമ്പോഴേ ഇപ്പൊ അവിടെ നിന്നിട്ട് പുകച്ചില്ല. കൂട്ടുകാരന്മാരോട് എന്നെ കണ്ടൊരു പതുങ്ങി പോക്ക്. ഉപ്പ അവിടെ നിന്ന് വരുന്നത് കണ്ടു വേഗം പതുങ്ങി പോയി. അതൊക്കെ അറിയണത്. അപ്പൊ ഇവിടെ വരുമ്പോ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ നല്ലത് ചെയ്യാൻ വേണ്ടി, നല്ലത് നടക്കാൻ വേണ്ടി അല്ലേ കല്യാണം കഴിച്ചു വെച്ചത്. ഇതിപ്പോ കല്യാണം കഴിച്ചപ്പോ കൂടുതലാണുള്ളത്, നമ്മളാണുള്ളത് പോറ്റുന്നത്. ഒരു പണിക്കാച്ചാൽ പോകണമില്ല, കൂട്ടുകാരന്മാരെ കറങ്ങി നടക്കുക. ഇതൊന്നും ശരിയല്ല കേട്ടാ. ഇത് എത്ര ഞാൻ കണ്ടിരിക്കും. ഇതൊക്കെ നിന്നോടൊന്ന് പറയുമ്പോൾ നീ അവരുടെ മേലെ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കും. നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയല്ല. എന്റെ മോനെ കുറിച്ചിട്ട് എന്റെ മോൻ വീടി വലിക്കുന്ന സിസർ വലിക്കുന്ന നിങ്ങൾ എന്തെങ്ങനെ പറയണ? ആരെങ്കിലും പറഞ്ഞ നിങ്ങൾക്ക്? അവനങ്ങനെ ചെയ്യില്ല. അവനക്ക് എല്ലാ ഉത്തരവാദിത്വം ഉണ്ട്. പണിക്ക് പോകണുണ്ട്. പണിക്ക് പോകണില്ല എന്ന് നിങ്ങൾ പറയണ? പണിക്ക് പോകണുണ്ടല്ലോ. എന്നും പണിക്ക് പോകാം. വയ്യാണ്ടാവുമ്പോ ലീവൊക്കെ എടുക്കും. പിന്നെ അവൻ കൂട്ടുകാരുടെ അടുത്ത് ഇത്തിരി നേരം പോയി ഇരുന്നിട്ട് വരുന്ന. അതിനിപ്പോ എന്താ? നിങ്ങൾ ഈ പണിക്ക് പോകണ ലീവ് കൂടുതൽ എടുക്കണത്, പണിക്ക് കുറവ് പോകണുള്ളൂ. അങ്ങനെയൊക്കെ തന്നെ. നന്നാകാൻ വേണ്ടി കല്യാണം കഴിച്ചു വെച്ച്, കല്യാണം കഴിക്കാത്ത മുന്നേ എന്താ എന്റെ കുട്ടി? നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയല്ല. പെൺകുട്ടി കേട്ടാ അതിന് വിഷമാവൂലേ? മോൻ എന്തോ കള്ളത്തരം ചെയ്തിട്ട് നമ്മളെ പിടിച്ച് ചെയ്തു വെച്ചെന്ന് വിചാരിക്കില്ല. അത് അങ്ങനെയൊന്നും പറയല്ലേ നിങ്ങൾ. നമ്മളെന്നെ നമ്മളെ കുട്ടിയെ പറ്റി ഇങ്ങനെ പറയാ? ആൾക്കാര് പലതും പറയും. ആൾക്കാര് പലതും പറയും. അവരെ വാക്കൊന്നും കേൾക്കണ്ട. അവര് പറയുമ്പോ അവർക്കുള്ള മറുപടി പറഞ്ഞു കൊടുക്കേ. എന്റെ മോനെ കുറിച്ചിട്ട് നമുക്കറിയോ? എന്റെ മോനെ കുറിച്ചിട്ട് നിങ്ങളൊന്നും ബേജാറാകണ്ട. നിങ്ങളെ മക്കളെ കുറിച്ചിട്ട് നിങ്ങൾ ബേജാറാകുക. നിങ്ങളെ മക്കളെ നന്നാക്കുന്ന അറിയും.
നന്നായി നടക്കുന്ന കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. സമയം പോയി 10 മണിയായി. ഷെബിക്ക ഈ നേരം വരെയും കാണാനില്ല. വിളിച്ചാ എന്നാ ഫോണും എടുക്കണില്ല. വിളിച്ചോക്കാം. ഇതെന്താ കട്ടാക്കി വിടണേ? ഷെബിക്ക വിളിച്ചാലും എടുക്കില്ല, കട്ടാക്കി വിടുന്നുണ്ട്. ഞാൻ എങ്ങനെ ഇതൊന്ന് വരുത്തിക്കുക? ഇനി എപ്പോഴാണാവോ വരിക? ഹലോ അസ്സലാമു അലൈക്കും. ഷെബിക്ക, നിങ്ങൾ എപ്പോഴാ വരിക? സമയം നോക്കിയേ 10 മണിയായി. ഇനി എപ്പോ വരും വെച്ചിട്ടാ? കൂട്ടുകാരെ കണ്ട് വർത്താനം പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വീട്ടിക്ക് വന്നൂടെ? ഞാനിവിടെ കൊറേ നേരമായില്ലേ കാത്തിരിക്കുന്നു. ഒന്ന് വാ ഷെബിക്ക. മോളെന്താ ഉറങ്ങിയില്ലേ? മോള് സോഫയിലിരിക്കണ്ടല്ലോ. ആ മോളെ, നീ ഇതുവരെ കിടന്നില്ലേ? ഉപ്പ, ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നില്ല. ഇക്ക വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കാത്തിരിക്കുന്നു. എല്ലാം മോളെ, നീയും ഭക്ഷണം കഴിച്ചില്ലേ? സമയം 11:30-12 മണി കഴിഞ്ഞല്ലോ. ഇല്ല, ഇക്ക വന്നിട്ട് കഴിക്കാന്ന് അപ്പൊ അവൻ ഇതുവരെ വന്നിട്ടില്ല. ഇല്ലപ്പ, എന്റെ അടുത്ത് കൂട്ടുകാരെ കാണാൻ പോയിട്ട് വരാ. ഗൾഫിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട് ഇത്ര. അപ്പൊ അവരെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് പോയിണ്ടായിരുന്നു. സമയം ഇപ്പൊ ഇത്രയായിട്ട് കാണാനില്ല. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കണില്ല, മെസ്സേജ് അയച്ചത് പോലും നോക്കിയിട്ടുമില്ല. അതാണ് ഞാൻ ശരി ഇക്ക വന്ന ഭക്ഷണം കൊടുത്തിട്ട് എനിക്കും കഴിച്ചിട്ട് പോയി കിടക്കാലെന്ന് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നു. മോളെന്തിനാ ഇട്ടിട്ടിരിക്കണ്? ആ ലൈറ്റ് ഇട്, എന്നിട്ട് ആ ഭക്ഷണം എടുത്തിട്ട് കഴിച്ചിട്ട് കിടക്ക്. എന്നോ ഈ നേരത്താണല്ലോ, നേരം വെയിറ്റാണല്ലോ വരുന്നത്. എനിക്ക് വിശപ്പൊന്നും ഇല്ലപ്പ. ഷെബിക്ക് എന്നും ഇങ്ങനെ തന്നെ ചെയ്യണ്. ഒന്നും പറഞ്ഞ ഒരു വഴിക്ക് പോകും. ഞാൻ വിളിക്കുമ്പോ ഒന്നും ഫോണും എടുക്കില്ല, മെസ്സേജും അയക്കില്ല, ഒന്നും നോക്കൂല്ല. കൂട്ടുകാരന്മാരുടെ കൂടെ പോയിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇരിക്കൽ തന്നെ ഇപ്പൊ പതിവ്. പിന്നെ വരുമ്പോ എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. ഒരു ജാതി മണമൊക്കെ അടിക്കുമ്പോ ചോദിച്ചാൽ അതിനെ കുറിച്ചിട്ട് അടി ഉണ്ടാക്കാൻ തന്നെ നേരം. ഒന്നും അങ്ങോട്ട് ചോദിച്ചു പോകാൻ പറ്റില്ല. ചീത്ത പറഞ്ഞിട്ട് വഴക്കണ്ടായിട്ട് പിന്നെ എന്തിനാ അതിന് നിക്കണം വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കും. ഇന്നിപ്പോ അതുപോലെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഈ നേരം വരെയും വന്നിട്ടില്ല. ഞാനിപ്പോ അതും കാത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ശ്രമിക്കാന്. ഉപ്പ ഈ സമയത്ത് കണ്ട കാരണം ചോദിക്കുന്നു. എന്നും ഇവിടെ ഇതൊക്കെ തന്നെ അവസ്ഥ. ഞാൻ ഉമ്മാട് ഇത് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അവിടെ. അവന്റെ പോക്ക് ശരിയല്ല, നീ ശ്രദ്ധിക്കണം. ഞാനൊരു മോൾക്ക് ഇത് അറിയണില്ലേ എന്നൊക്കെ ഞാൻ ഉമ്മാട് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞത് മോൾക്കൊന്നും അറിയുന്നില്ല, അതൊന്നും പറഞ്ഞു കേട്ടില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞു കുറെ കൂട്ടുകാരന്മാരും കൂടെ പോക്കും വരവും ശരിയല്ല, പണിക്ക് പോകണ പറഞ്ഞിട്ട് അവരോട് കറങ്ങി നടക്കുക. ഒരു ദിവസം ഞാൻ ഫിൽറ്റർ സിസർ വലിച്ചുകൊണ്ട് നിൽക്കണം. ഞാൻ ഒരു ദിവസം കണ്ടപ്പോ എന്നെ മറിഞ്ഞുകൊണ്ട് ഓടി, അങ്ങനെ മാറി നിന്നു. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. നമ്മൾ അറിയാത്ത പോലെ നമ്മൾ വന്നാലും കൂട്ടുകാരന്മാർ പിന്നെ അങ്ങനത്തെ പിള്ളേരാണല്ലോ കൂട്ടുകെട്ട്, പല സ്വഭാവങ്ങളും പഠിക്കും. എന്താ ചെയ്യാൻ മോളെ, കൂട്ടുകെട്ടൊക്കെ അങ്ങനത്തെ കൂട്ടുകെട്ടല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് 1-2 വട്ടമൊക്കെ ഓരോ പന്തിയേട് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ, ചോദിക്കാനും പേടി. അത് കാരണം പിന്നെ ഞാനതൊന്നും കാര്യമാക്കില്ല. ഉപ്പ ഇപ്പൊ പറയുമ്പോഴാണ് ഈ സിസറിന്റെ കാര്യമൊക്കെ ഞാൻ തന്നെ അറിയുന്നത്. ഞാൻ അവനെ കണ്ടിട്ടേ നാളെ കാര്യം പോലെ സംസാരിച്ചോളൂ. ഇന്ന് എന്തായാലും വരും തോന്നുന്നില്ല. അത്ര സമയം എത്ര വൈകില്ലേ. മോള് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്കിയേ. സമയം എത്രയായി നോക്ക്, ചെല്ല്. കൂർക്കം വലിച്ച് കിടന്നുറങ്ങ, എന്നെയും കൂടെ വലിച്ച് കയറ്റുവോ? മോനെ പറ്റി എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇപ്പൊ മോള് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സാലിക്കുട്ടി, ഇന്നലെ ഉപ്പ അന്ന് കാലത്ത് വെച്ചിട്ട് എന്തൊക്കെയോ പറയണ്ടല്ലോ. എന്ത്? സഫി മോനെ പറ്റിയിട്ട് മോളെന്തൊക്കെയോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിൽ പറയണ്ടല്ലോ, ശരിയാണോ? അതൊന്നുമില്ല. ഞാൻ ഇന്നലെ ഇക്കാനും കത്തിട്ട് ആ സോഫയിൽ ഇരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ എൻ്റെ ഉപ്പ 12 മണിയാകുമ്പോൾ ഇറങ്ങി വരുന്നത്. അപ്പൊ എന്താ ഇവിടെ ഇരിക്കണ വെച്ചപ്പോ ഞാൻ വന്നു ഇക്കാക്ക് ഭക്ഷണം കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചിട്ട് കിടക്കാന്ന് വെച്ചിട്ട് കാത്തിരിക്കാന്ന് പറഞ്ഞപ്പോ ഉപ്പ ചീത്ത പറഞ്ഞു. അവൻ ഏത് നേരത്ത് വരാനാണ്, അവനും കത്തിട്ട് തന്നെ നീ ഇവിടെ ഇരിക്കുന്നത്? പിന്നെ ഇക്കാന്റെ വരവും പോക്കൊക്കെ ഉമ്മാക്ക് അറിയണത് തന്നെയല്ലേ. എല്ലാ ദിവസവും അങ്ങനെ തന്നെ. ഉപ്പ നിങ്ങളെ മേലെ ആയതുകൊണ്ടൊന്നും അറിയണില്ല എന്നേ ഉള്ളൂ. ഞാൻ നല്ല കുറെ നേരം അവിടെ ഇരുന്നിരുന്നു. പിന്നെ ഉപ്പ പറഞ്ഞപ്പോ പിന്നെ ചെന്ന് കിടക്കണ്ടായി. അതാവും ഉമ്മ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവുക.
എനിക്കിതൊന്നും അറിയില്ല മോളെ. അവൻ ഇടയ്ക്കൊന്ന് പോണുണ്ടല്ലോ പുറത്തേക്ക്. അപ്പൊ ഒത്തിരി നേരം കൂട്ടുകാരായിട്ട് പോയിട്ട് വർത്താനം പറഞ്ഞിരുന്നിട്ട് വരും എന്നാണ് എന്റെ വിചാരം. ഈ പുലർച്ചക്കും 12 മണിക്കും 1 മണിക്കൊക്കെ വന്ന് കിടക്കണമെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ നിനക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ, ഉമ്മ മകന്റെ പോക്കൊന്നും ശരിയല്ല എന്ന്. ഉപ്പ ഇന്നലെ വൈകിട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ കുട്ടിയെ പറ്റി നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കാതെ നിങ്ങൾ എന്നെ പറഞ്ഞാലോ, മറ്റുള്ളവരുടെ വർത്താനം കേട്ടിട്ട് നിങ്ങൾ അവനെ ഒന്നും പറയണ്ട, എന്റെ മോൻ അങ്ങനത്തെ ഒന്നും അല്ല എന്നൊക്കെ ഞാൻ ഉപ്പാട് ചൂടായി. എന്നിട്ട് കാലത്തുണ്ട് ഉപ്പ ഇന്നലെ അവള് ചോറ് കഴിക്കാണ്ടിരുന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങി എന്തോ വെള്ളം എടുക്കാൻ വരുമ്പോ ഉണ്ട് ആ സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങിയിട്ടിരിക്കുന്നടി, കണ്ടപ്പോ എനിക്ക് വിഷമായി എന്നൊക്കെ പറഞ്ഞു. ഒക്കെ അത് കേട്ടപ്പോ ഭയങ്കര സങ്കടമായി. അതാ ഞാനിപ്പോ നിന്നോട് ചോദിക്കുന്നത്, അവൻ എപ്പോഴാ വന്ന് കിടന്ന്? ഇപ്പൊ വന്നിരുന്ന ഇന്നലെ ഗൾഫിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട്, അവരെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ചെന്നതാണ് ഇവിടുന്ന്. ഞാൻ പിന്നെ കുറെ വട്ടം വിളിച്ചു നോക്കി, മെസ്സേജ് അയച്ചു. ഈ നേരം വരെ ഇക്ക വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല അമ്മ. റൂമിലേക്കൊന്നും ഇന്നലെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ ഇന്നലെ വന്നില്ലേ? ഈ നേരമായിട്ട് എത്തിയിട്ടില്ല എന്നാ? ഇല്ലമ്മ. എന്താ പറയണ? അപ്പൊ അവൻ എവിടെ പോയിട്ടുണ്ടാവും? എനിക്കറിയില്ല. ഇടക്ക് ഇതുപോലെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടെങ്കിലും നേരം വൈകും എന്നൊക്കെ പറയാറുണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് പുലർച്ചെ ആകുമ്പോഴത്തേനും എത്താറുണ്ട്. ഇന്നലെ ഇപ്പൊ രാത്രിയൊക്കെ ഞാൻ കാത്തിരുന്ന് വന്നിട്ടേ ഇല്ല. അല്ല, അപ്പൊ നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? എന്റെ കെട്ടിയവനല്ല എന്റെ അരുത്ത് നിന്ന് ഇങ്ങനെ പോണു. അപ്പൊ നിനക്ക് എന്നോടൊന്ന് പറയണ്ടേ? നീ പറഞ്ഞാലല്ലേ എനിക്കറിയാം. ഞങ്ങൾ ചോറ് വെച്ചിട്ട് അവര് 9 മണിയാകുമ്പോ മേലെ കയറി പോയി കിടന്നിറങ്ങി കാലത്തല്ലേ വരുന്നേ. ഇത് ഇന്നലെ ഉപ്പ കണ്ടത് കൊണ്ട് നീ പറഞ്ഞ, അല്ലെങ്കിൽ നീ പറയോ? അപ്പൊ നീ മൂടി വെക്കുകയാണോ? അപ്പൊ അത് പറയണ്ടേ എനിക്ക് ഇക്ക എങ്ങനെയൊക്കെയാണെന്ന്? അപ്പൊ എന്താ ഏത് ഞാൻ ചോദിക്കില്ല അവനോട്? എങ്ങനെയാ നിങ്ങളടുത്ത് പറയാ? ഞാൻ തന്നെ 1-2 വട്ടം എന്തിനാ ഇങ്ങനെ നേരം വൈകി വരുന്നത്, എവിടേക്ക് ഇങ്ങനെ പോണെന്ന് ചോദിച്ചതിന് തന്നെ തല്ലാനും കുത്താനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ അടുത്ത് നിങ്ങൾ ഈ വൈകി വരുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞപ്പോണ്ട് നീ നിന്റെ കുടുംബത്തിൽ പോയി ഇരുന്നോ, ആയി അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്ത. ഇതിനിടയിൽ ഞാനിനി വേറൊരു പ്രശ്നം വേണമെന്ന് വെച്ചിട്ടാണ് നിങ്ങളടുത്തൊന്നും പറയാനും മിണ്ടാണ്ടിരുന്നത്. നീ ഇതെല്ലാം മൂടി വെച്ചിട്ടിരുന്നാലേ മോളെ അവൻ തല്ലും, അവൻ ചീത്ത പറയും പറഞ്ഞിട്ട്. അപ്പൊ നീ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് നമ്മളോട് പറഞ്ഞാലല്ലേ ഞങ്ങളറിയാ. അപ്പൊ ഈ ഇപ്പം ഇന്നലെ കണ്ട കാരണം ഇതെപ്പം അറിഞ്ഞോ വന്നില്ല എടുത്തില്ല എന്നൊക്കെ. ഇതൊക്കെ മൂടി വെച്ചിട്ട് നീ അവനെ പേടിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഉമ്മ നിന്നെ ദേഷ്യപ്പെട്ടത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉമ്മാനോട് വീട്ടുകാരോട് പറയുന്നു. അവൻ വരട്ടെ എങ്ങണ്ട്. മോൾക്ക് ഒരു കാര്യം ചെയ്യാം, ദോശയൊക്കെ ഉണ്ടാക്കുക. ഞാനേ ആ മുറ്റൊന്ന് അടിച്ചിട്ട് വരാം. എന്റെ മോനെന്താ ഇവിടെ കിടക്കണ? സുഫി മോനെ, എന്താ നീ കിടക്കണ? എനിക്ക് നീ വരണേ എനിക്ക് മോനെ, എനിക്ക് എന്തൊക്കെ പോണിയാണ് ചെയ്യണ? എന്തൊക്കെ മണം വരുന്നില്ല. എന്റെ മോൻ ഇങ്ങനെയായി പെട്ടെന്ന് അപ്പുറത്തുള്ളടുത്ത് കണ്ട ആൾക്കാർ കണ്ടാ മതി. വഴി പോക്കിലാണ് ഈ വേഷക്കെട്ട് വെച്ച് കിടക്കുന്നത്. എനിക്കറിയാം നടക്കാൻ വിട്ടു, നടക്കാൻ വിട്ട്. എനിക്ക് എന്തൊരു ഇരിക്കടാ, നിൽക്കടാ എന്റെ വൃത്തികെട്ട സ്വഭാവം. മോനെ സെഫി ഒന്ന് എണിച്ച മോനെ. എന്റെ മോനെ എനിക്ക് പല്ലിച്ച മോൻ കഴിക്കാൻ നീ കഴിക്കുക. എപ്പൊ കഴിച്ചതാണ് എനിക്കത് നീ അവിടുന്ന്? എന്തുകൊണ്ടാണ് നിന്റെ വൃത്തികെട്ട സ്വഭാവം? എനിക്കത് നീ കൊടുത്ത പിന്നെ തല്ലി കൊല്ലാൻ പോകുന്നുണ്ട്. എനിക്ക് നിന്റെ സ്വഭാവം വൃത്തികെട്ട സ്വഭാവം കാണിക്കുമ്പോ എന്നും ഇല്ലാത്ത പതിവാണ് നിനക്ക്. നീ എന്നും രാത്രി ഇവിടുന്ന് പോകണ്ടില്ലേ? നീ എവിടേക്കാ പോണ നീ? ആ പെൺകുട്ടിനെ ഒറ്റക്കാക്കിയിട്ട് ഇന്നലെ ഉപ്പ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് താഴത്ത് കറങ്ങി വരുമ്പോഴാണ് ആ കുട്ടി 10-11 മണി വരെ ഇവിടെ കാത്തിരിക്കുന്നു ചോറ് തിന്നാണ്ട്. കണ്ടില്ലേ അവന്റെ കഴുത്തും പോണ പോക്ക്? പിന്നെ എന്തിങ്ങനെയായി പഠിച്ചത്? എന്തൊക്കെയോ ഒരു മണം സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ. ഞാനൊന്നും ചെയ്തില്ല. വാതിൽ തുറക്കണം. അപ്പൊ വാതിൽ മുട്ടി പോണ അല്ല, വാതില് മുട്ടണ്ട. ആ നേരം വരെ നീ എവിടെ പോണു? എവിടേക്കാ നീ പോയിന്ന് പറയണ? നീ നാവ് തുറന്ന് പറയടാ. വൃത്തിയായിട്ട സ്വഭാവമൊക്കെ ചെയ്തു വന്നിട്ട് ഇത്ര ദൂരം വളർത്തി ഇത്രയും നല്ല പേരൊക്കെ കേട്ടിട്ട് ഇപ്പൊ വൃത്തിയായിട്ട സ്വഭാവം പഠിക്കാൻ നീ? നിന്റെ കൂട്ടുകെട്ട് പോയിട്ട് നിനക്ക് ഫോൺ ആ ഫോൺ ഞാൻ തല്ലി പൊട്ടിച്ച് കളയട്ടാ. ആ ഫോണ് വരുമ്പോഴാണ് നിനക്ക് പോക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കാം. ഉപ്പ പറഞ്ഞിട്ട് ആ ഉപ്പാനോട് വെക്കിട്ട് കയറി പോയി എന്റെ മോനെ പറ്റി അങ്ങനെയൊന്നും പറയല്ലെന്ന്. ആ മോനാണ് ഈ വേഷത്തിൽ വന്നിരിക്കുന്നത് ഇപ്പൊ. ആ പെൺകുട്ടി കാണുമ്പോ എങ്ങനെ ഉണ്ടാവും? മോളെ സാരിക്കുട്ടി ഒന്നിങ്ങോട്ട് വന്നേ, ഇത്തിരി വെള്ളം എടുത്ത് വന്നേ. നോക്ക്, ഇവര് കാണിച്ചു വീട്ടില് നോക്ക്. നീ പറഞ്ഞപ്പോ നിന്നെ ഞാൻ ചൂടായതാണ്. എന്തെന്നാ പറയാ? എടുത്തിട്ട് വാ, വെള്ളം എടുത്തിട്ട് വാ.
ഒന്ന് നിലക്ക് ഇരിക്കട്ടെ നീക്ക്. എന്തമ്മ കഴുത്തൊക്കെ ഉറച്ചു മോളെ നോക്കിയത് കോലം കണ്ടില്ലേ? എന്തത്? ദേ ഞാൻ മുറ്റടിക്കാൻ പോയപ്പോ ചവിട്ടുപടിയിലേക്ക് എടുക്കണു. വന്നിരിക്കുന്നു വന്നതാ? വന്നതല്ലേ അവിടെ വന്നിട്ട് എടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെ അമ്മ വരല്ലേ, വാതില് തട്ടുമ്പോ ഞാൻ തുറന്നു നോക്കുമ്പോ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ പിടിച്ച് റൂമിൽ പിടിച്ച് കിടത്തലാണ് പതിവ്. പിന്നെ നിങ്ങളാരും കാണണ്ടല്ലോ എന്ന് വെച്ചിട്ട് നേരത്തെ തന്നെ വരുമ്പോ ഞാൻ അങ്ങനെ ചെയ്യും. ഇന്നിപ്പോ ദേ ഈ നേരം വരെ വരാണ്ട് എപ്പോഴാണ് വന്നിക്കുന്നത്. എന്റെ മോനെ, അതെ മോനെ, നീ ഈ നിലക്ക് നിമ്മ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. അതെ സാലിക്കുട്ടിയെ, ഇങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ടാണ്. ഇന്നലെ ഉപ്പ പറഞ്ഞപ്പോ ഞാൻ ഉപ്പാനോട് ചൂടാകുക ചെയ്തെന്ന്. എന്താ ഈ കുട്ടി ഇങ്ങനെ? എന്ത് നല്ല മോനായിരുന്നു. കൂട്ടുകാരന്മാരുടെ കൂടെ പോയി പറഞ്ഞ കൂട്ടുകാരന്റെ വായി പൊളിച്ച് തൊള്ളയിൽ വെച്ച് കൊടുക്കുവോ? കൈ കൊണ്ടല്ലേ എടുത്ത് കുടിക്കണ? കുടിച്ചിട്ടുണ്ടെങ്കില് പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഉറക്കം അപ്പാവോ? ഒരു മണം വരുന്നുണ്ട്, ചെറിയൊരു മണം. ചെറിയൊരു മണം വരുന്നുണ്ട്. അല്ലാണ്ട് കൂട്ടുകാരെന്നൊന്നും പറയണ്ട. കൂട്ടുകാരൊന്നും തൊള്ള പൊളിച്ചിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കൂല. ഈ കൈ കൊണ്ട് തന്നെ എടുത്ത് കുടിക്കണം. എന്താ ഈ വൃത്തികെട്ട സ്വഭാവം? അതെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഉപ്പ വരട്ടെ. ഉപ്പ കണ്ടിട്ടില്ല. ഉപ്പ കാലത്ത് നേരത്തെ ചായ കുടിക്കാൻ പോയിട്ട് ഇത് എത്തിയിട്ടില്ല. വന്നിട്ടുണ്ട്. എന്റെ പണിക്കിട്ട് ഉപ്പ കഴിക്കും. ഉമ്മ പറയണ കേട്ടില്ല. എണീക്ക് കണ്ണു എല്ലാം ഇതുണ്ട്. ഇന്നാലും ഉപ്പ നോക്കുമ്പോ നീ സിസർ വലിച്ചോണ്ടിട്ട് ഉപ്പാനെ കണ്ടപ്പോ മറച്ചു വെച്ചിട്ട് നീ ഇതാകണത്ര. നീ എന്ന് പഠിച്ചു മോനെ സിസറൊക്കെ വലിക്കാന്? സിസർ വലിക്കാനൊന്നും നീ ആയിട്ടില്ല. ഉപ്പനെ വിളിക്കും. ഉപ്പ കണ്ടിട്ട് ഉപ്പാനെ കണ്ടപ്പോ വേഗം കണ്ടപ്പോ പരുക്കമ്മ അങ്ങനെ അത്ര ഉപ്പ പറയുന്നത്. എന്നിട്ട് ഉപ്പ കണ്ടിട്ട് കാണാത്ത പോലെ പോയിന്ന്. ഉപ്പ വരുമ്പോ എനിക്ക് നീ അകത്ത് പോയിക്കോ. കുളിച്ചും കണ്ട് പോയി ഭക്ഷണം കഴിക്കിപ്പോ. എന്ത് പ്രശ്നോ? ഞാൻ ഇന്നലെ വന്നിട്ട് വാതിൽ തട്ടിയതാണ്. തുറക്കാത്ത എന്റെ കുഴപ്പമാണോ? അതോ ഞാൻ അവിടെ കിടന്നുറങ്ങിയത്? അല്ലാണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഞാനൊരു ഇത്തിരി കഴിച്ചോളൂ. ആ കൂട്ടുകാരന്റെ ദുബായിന്ന് വന്നപ്പോ എന്താ ചെയ്യാ പഠിച്ചാനെ? എന്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ. ഒരിക്കലും വിചാരിച്ചില്ല എന്റെ മോൻ ഇങ്ങനെ ആവുന്നു. പക്ഷെ എന്തൊരു കാസ്റ്റ്. എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഇവിടെ കിടക്കുന്നത്. അവിടെ നിന്ന് വരുന്നതൊക്കെ എന്തോരം ആൾക്കാർ. ഞാൻ ഗഫൂർക്കയുടെ മോന് എന്താ എങ്ങനെയെന്ന് പറയില്ലതേ. ഇന്നേ വരെ അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടായിട്ടില്ല. കുട്ടിച്ചു എനിക്ക് വയ്യ റബ്ബേ. പള്ളിയുടെ മുന്നിൽ കൂടിയൊക്കെ വന്നിട്ടുണ്ടാവൂലേ റബ്ബേ. എനിക്ക് വയ്യ.